സ്നേഹാദരണീയരായ വിശ്വാസിനി സഹോദരങ്ങളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഇഷ്ടപ്പെടുകയും ഒരു വിശ്വാസിക്ക് സ്വപ്നം കാണാൻ പോലും സാധിക്കാത്തത്ര അനുഗ്രഹങ്ങളെ കൊണ്ട്, പാപമോചനം കൊണ്ട് അല്ലാഹു ധന്യമാക്കുകയും ചെയ്ത പരിശുദ്ധ റമദാൻ മാസത്തിലൂടെയാണ് നമ്മളെല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരുടെ ഹൃദയത്തിലും അടിഞ്ഞുകൂടിയിട്ടുള്ള പാപക്കറകളും തിന്മകളും മായ്ച്ചു കളഞ്ഞ് ഒരു നല്ല വിശ്വാസിയാവാനും അതുവഴി നല്ല മരണം ലഭിക്കാനും സാധിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളുടെയും മുഅ്മിനീങ്ങളുടെയും കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളെ നാടും നഗരങ്ങളും വല്ലാതെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് അമ്പരപ്പോടുകൂടി ചിന്തിച്ചിരുന്ന പല കാര്യങ്ങളും ശാസ്ത്ര പുരോഗതിയും അതിന്റെ ഗുണഭോക്താക്കളായി ഉപയോഗപ്പെടുത്തുന്നവരായി അതാസ്വദിച്ച് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് നമ്മുടെ കൺമുൻപിലുള്ള കാലഘട്ടം. ഇങ്ങനെയൊക്കെ മനുഷ്യർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമോ? ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുമോ എന്ന് ചിന്തിച്ചിരുന്ന അവസ്ഥയിൽ നിന്ന് ആ ശാസ്ത്ര പുരോഗതിയും കണ്ടുപിടുത്തങ്ങളും എത്രമാത്രം ഉപയോഗപ്പെടുത്താനും ഉപകാരപ്പെടുത്താനും സാധിക്കുമോ അതെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, 10-30 വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിൽ നിന്നും പ്രവാസ ലോകത്തേക്ക് പുറപ്പെടുന്ന ഒരു ചെറുപ്പക്കാരന്റെ ഏറ്റവും വലിയ സങ്കടം, നാട്ടിലുള്ള ഒരു വിവരം അങ്ങ് പ്രവാസ ലോകത്തറിയണമെങ്കിൽ ചുരുങ്ങിയത് 20 ദിവസത്തിലധികം കാത്തു നിൽക്കുന്ന കത്ത് ഇടപാടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്നാരോ പരസ്പരം സംസാരിച്ചു, ലോകത്തിന്റെ അമേരിക്കയുടെ ഏതോ ഭാഗത്ത് ആളുകളുടെ സംസാരം കേൾക്കാനുള്ളൊരു ടെലിഫോൺ കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് സ്വാഭാവികമായും ഇന്ത്യയിലെത്തും എന്ന പ്രതീക്ഷയിൽ നിന്ന് 4-5 വീടുകൾക്കപ്പുറത്തുള്ള ഒരു ലാൻഡ് ഫോണിലേക്ക് മക്കളുടെ വിളിയും കാത്ത് രാത്രി 9-10 മണിക്കും ആ കുടുംബത്തിന്റെ ഡൈനിങ് ഹാളിൽ ചെന്നിരുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അന്നാരോ വീണ്ടും പറഞ്ഞു, ഓരോരുത്തരും നിൽക്കുന്ന സ്ഥലത്ത് ഫോൺ വിളിക്കാനുള്ള സൗകര്യമുണ്ടാകും, ശബ്ദം കേൾക്കാൻ പറ്റും. ആ ചിന്തകളിൽ നിന്നും ഇന്ന് ഓരോരുത്തരും ജോലി കഴിഞ്ഞ് റൂമിലെത്തി തന്റെ തലയണയെ കെട്ടിപ്പിടിച്ച് കിടന്ന് നാട്ടിലെ ബെഡ്റൂമിൽ തലയണയിൽ മുഖമമർത്തി കിടക്കുന്ന പെണ്ണിനെ കണ്ട് സംസാരിക്കുന്ന ശാസ്ത്ര പുരോഗതിയുടെ വിപ്ലവ ലോകത്താണ് ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. മാസങ്ങളോളം ചെക്കിന് കാത്തിരുന്ന കാലഘട്ടത്തിൽ നിന്ന് മാറി ഒരു ചെക്ക് ബാങ്കുകാരെയൊക്കെ കൺവിൻസ് ചെയ്ത് 4-5 ദിവസം ടോക്കണുമായി ബാങ്കുകളിൽ കയറിയിരുന്ന കാലഘട്ടത്തിൽ നിന്ന് മാറി തൊട്ടപ്പുറത്തിരിക്കുന്നവർക്ക് ലക്ഷക്കണക്കിന് രൂപ നിമിഷം നേരം കൊണ്ട് കൈമാറ്റം ചെയ്യപ്പെടാൻ പറ്റുന്ന പുരോഗതിയുടെ കാലഘട്ടം. പക്ഷെ ആ പുരോഗതികളൊന്നും മനുഷ്യന്റെ സ്വഭാവത്തെയും ജീവിതത്തെയും സ്വാധീനിക്കുന്നില്ലേ എന്ന് ചിന്തിക്കപ്പെടുന്ന കാലഘട്ടമാണ് ഈ പുരോഗതിയുടെ കാലഘട്ടം. ഒരു ഭാഗത്ത് മതം പറഞ്ഞു കൊടുക്കേണ്ട പുരോഹിതന്മാർ മതത്തെ വാണിജ്യവൽക്കരിക്കുകയും ഇല്ലാത്ത കെട്ടുകഥകളിലൂടെ മുസ്ലിം ഉമ്മത്തിനെ ഏറ്റവും വലിയ ശിർക്കിലേക്കും ഖുറാഫാത്തിലേക്കും അന്ധവിശ്വാസത്തിലേക്കും കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടം. അതുകൊണ്ടാണല്ലോ ആകാശത്തു കൂടെ പറന്നു പോകുന്ന ഫ്ലൈറ്റ് അങ്ങ് മടവൂര് പിടിച്ചിറക്കി കയറിപ്പോകുന്ന ഷെയ്ഖിന്റെ കറാമത്ത് കേൾക്കുമ്പം തക്ബീർ വിളിക്കുന്നത് മുസ്ലിമീങ്ങളാണ്. ചീറിപ്പാഞ്ഞു വരുന്ന തീവണ്ടി കൊയിലാണ്ടി കടപ്പുറത്ത് താങ്ങി നിർത്തി ഇനി ഫറോക്ക് വരെ സ്പീഡ് കുറച്ചിട്ടേ പോകാവൂ എന്ന ഷെയ്ഖിന്റെ കൽപ്പന കേട്ടപ്പോ പിന്നീട് ഒരിക്കൽ പോലും ഷെയ്ഖിന്റെ മക്ബറ ഉൾക്കൊള്ളുന്ന കൊയിലാണ്ടിയുടെയും ഫറോക്കിന്റെയും ഇടയിലെത്തുമ്പം തീവണ്ടി താനെ സ്പീഡ് കുറയും എന്ന് പറയുന്ന കറാമത്ത് കേൾക്കുമ്പം തക്ബീർ വിളിക്കുന്നത് മുസ്ലിമീങ്ങളാണ്. കല്യാണം കഴിഞ്ഞിട്ടും ഗർഭം ധരിക്കാത്ത പെണ്ണിന്
ഷെയ്ഖ് കോഴിക്കാല് ബിരിയാണിയിൽ നിന്നും കടിച്ചെടുത്ത് പറച്ചു കൊടുത്തപ്പോഴേക്കും പെണ്ണിന് 9 മാസം ഗർഭിണിയായി എന്നത് മുതൽ എല്ലാ റമദാനിലും ഒരു രാത്രി ഹിളർ നബിയോടും ജിബ്രീലിനോടും കൂടെ ആ ഷെയ്ഖ് വന്ന് ചിറ്റടിമീത്തിലെ പറമ്പിൽ നിന്ന് കഞ്ഞി കുടിച്ചു പോകാറുണ്ട് എന്ന് പറയുമാറ് അന്ധവിശ്വാസങ്ങളും കെട്ടുകഥകളുമായി മതത്തെ വാണിജ്യവൽക്കരിക്കപ്പെടുന്ന പുരോഹിതന്മാർ ഒരു ഭാഗത്ത്. ഇത് കേവലം യാന്ത്രികമായി മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതല്ല. അതുകൊണ്ടാണ് മലപ്പുറം ജില്ലയിൽ ഒരു പെണ്ണ് തന്റെ ഭർത്താവ് മരണപ്പെട്ടപ്പോൾ 3 മാസം ആ മയ്യത്ത് ചാക്കിൽ പൊതിഞ്ഞ് വീട്ടിന്റെ അകത്ത് സൂക്ഷിച്ചു. അഴുകിയ ജനം പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോ ആ പെണ്ണ് കരച്ചിലോടെ പറഞ്ഞ വാക്ക്, എന്റെ ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ട്, ഷെയ്ഖിന്റെ മുരീദിന്റെ ആയുസ് തിരിച്ചു കൊടുക്കാൻ ഷെയ്ഖിന് സാധിക്കും എന്ന വിശ്വാസം യൂറോപ്പിലല്ല, കേരളത്തിന്റെ മണ്ണിലാണ്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് കണ്ണൂർ ജില്ലയിൽ 13 വയസ്സുള്ള പെൺകുട്ടിക്ക് അപസ്മാരവും ചുഴലിയും പനിയും ഒരുമിച്ചു വന്നപ്പോ വേദന കൊണ്ട് പൊളയുന്ന പെൺകുട്ടി പലപ്പോഴും ഉപ്പാനോട് പറഞ്ഞു, ഉപ്പ അങ്ങളിന്നൊന്ന് ഡോക്ടറെ കാണിക്കി. കുടുംബത്തിലെ പലരും പറഞ്ഞു, നിങ്ങളൊന്ന് ഡോക്ടറെ കാണിക്കി. പക്ഷേ പെൺകുട്ടിയുടെ കൈപിടിച്ച് പള്ളിയിലേക്ക് ചെന്ന് പള്ളിയിലെ ഉസ്താദിനെ കൊണ്ട് മന്ത്രിച്ചൂതി കെട്ടിയ ചരടുമായി മക്കളെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്ന് പിറ്റേന്ന് നേരം വെളുത്തപ്പം വാപ്പാന്റെ മടിയിൽ കിടന്ന് ആ 13 വയസ്സുകാരി വേദന താങ്ങാനാവാതെ വായിലെ നിറയും പതയും വരുന്നു മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഈ കേരളക്കരയില. ഒരു ഭാഗത്തും മതം ആളുകൾക്ക് വാണിജ്യമായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ടാ ഒരുപാട് മജ്‌ലിസുകൾ കേരളത്തിന്റെ യൂട്യൂബുകളിൽ വന്നു. മജ്‌ലിസുകളിലൂടെ ദർശനം കൊടുക്കുന്ന ഉസ്താദുമാര് വ്യാഖ്യാനിച്ചു തുടങ്ങി, തന്റെ യൂട്യൂബിന്റെ താഴെയോ ടിവിന്റെ താഴെയോ ഒരു കിണ്ണത്തിൽ വെള്ളം വെച്ചാൽ അങ്ങിരുന്ന് ഊതുന്ന ഉസ്താദിന്റെ ബർക്കത്ത് ടിവിക്ക് താഴെയുള്ള കിണ്ണത്തിലെ വെള്ളത്തിന് കിട്ടുമെന്നത്ര വിശ്വാസത്തിലേക്ക്, അധപ്പതനത്തിലേക്ക് കേരളീയ മുസ്ലിം സമൂഹത്തെ കൊണ്ടെത്തിക്കാൻ ചില പുരോഹിതന്മാർക്ക് പറ്റിയിട്ടുണ്ട്. ഇതൊരു ഭാഗത്താണെങ്കിൽ മറുഭാഗത്തോ വലിയ സാംസ്കാരിക ജീർണതയിലേക്ക് നമ്മളെ നാട് കൂപ്പുകുത്താൻ തുടങ്ങി. അതുകൊണ്ടാണല്ലോ ആമാശയ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന ഉമ്മയുടെ തല വെട്ടുകത്തി കൊണ്ട് വെട്ടിമാറ്റി അറസ്റ്റ് ചെയ്ത പോലീസുകാരോടും റിപ്പോർട്ട് ചെയ്യാൻ വന്ന പത്രക്കാരോടും ഫ്ലൈങ് കിസ് കൊടുത്തിട്ട് ഒരു 19 വയസ്സുകാരൻ പറഞ്ഞത്, എന്നെ ജനിപ്പിച്ചതിന്റെ കൂലി ഞാൻ എന്റെ ഉമ്മാക്ക് കൊടുത്തു എന്ന. കേരളത്തിലെ സെൻസേഷൻ ന്യൂസുകൾ ചർച്ച ചെയ്യുന്ന മീഡിയകൾ ആ വാർത്തകൾ വായിച്ചു തീരുന്നതിന്റെ മുൻപേ വീണ്ടും കേരളക്കര കേട്ടു ഗ്യാസും കുറ്റി കൊണ്ട് വാപ്പാന്റെ തല തല്ലിപ്പൊളിച്ച ഒരു 20 വയസ്സുകാരന്റെ കഥ. ആളുകൾ അമ്പരന്ന് മുക്കത്ത് വിരൽ വെക്കുമ്പോഴേക്കും വീണ്ടും കേട്ടു 16 വയസ്സുള്ള ഒരു പെൺകുട്ടി ഗർഭിണി. അധ്യാപകരും രക്ഷിതാക്കളും കുടുംബവും ഒരുമിച്ചത് ആരെന്നറിയാൻ വേണ്ടി പരിശോധന നടത്തിയപ്പോ പുറത്ത് പറയാൻ പറ്റാത്ത കുറ്റവാളിയെ കണ്ടെത്തിയത് അതേ 16 വയസ്സുകാരിയുടെ അനിയൻ 13 വയസ്സുകാരനായിരുന്നു ആ പെൺകുട്ടിയുടെ ഗർഭത്തിന്റെ ഉത്തരവാദി എന്നുള്ളതായിരുന്നു. വാർത്തകൾ ഓരോന്നും അമ്പരപ്പോടെ വായിച്ചു തീർക്കുന്നതിന്റെ തൊട്ടടുത്ത ദിവസം വന്നു. കുടുംബത്തിന്റെ ഭാരം ഏറ്റെടുക്കാൻ മടി കാണിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, 24 വയസ്സുള്ള ഒരു വെഞ്ഞാറമുട്ടുകാരൻ അടിച്ചും വെട്ടിയും സ്വന്തം കുടുംബത്തിലെ 6 പേരെ നിഷ്കരുണം കൊന്നുകളഞ്ഞു. കണ്ണു നിറഞ്ഞ് വെപ്രാളത്തോടെ വായിച്ചു തീർക്കുന്നതിന്റെ പിറ്റേന്ന് നേരം വെളുത്തത് പോലും കേരളം മറ്റൊരു ജീർണതയിലൂടെയാ. നിസ്സാരമായൊരു ട്യൂഷൻ സെന്ററിന്റെ ഫെയർവെല്ലിന്റെ പേരിൽ നിലച്ചുപോയ പാട്ടിനിന്റെ പേരിൽ കൂക്കുവിളി നടന്നപ്പോ പിന്നീട് കൊട്ടേഷൻ സംഘങ്ങളെപ്പോലും നാണിപ്പിക്കുന്ന രീതിയിൽ നഞ്ചക്കുമായി കയറിച്ചെന്ന് ഒരു പാവപ്പെട്ട കുടുംബത്തിലെ 16 വയസ്സുകാരനെ നഞ്ചക്കുകൊണ്ട് തലതല്ലിപ്പൊളിച്ച് അവസാനം കുടുംബത്തിന്റെ സ്വൈര്യവും സമാധാനവും നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രവണതയിലേക്ക്, ഭീകര ജീർണതയിലേക്ക് നമ്മളെ നാടെത്തുന്നുണ്ടെങ്കിൽ എങ്ങോട്ടാ മനുഷ്യരെ ഈ സമൂഹത്തിന്റെ പോക്ക്? മതപ്രഭാഷണത്തിന്റെ കുറവാണോ? വയലുകൾ മലയാളത്തിൽ അവതരിപ്പിക്കാത്തത് കൊണ്ടാണോ? കേരളത്തിലെ മുഖ്യധാര മുഴുവൻ മീഡിയകളും അല്ലെങ്കിൽ യൂട്യൂബുകളും മലയാളത്തിൽ ഖുതുബയും പ്രസംഗങ്ങളും കേൾപ്പിക്കാത്തത് കൊണ്ടാണോ? ഇവിടെയാണ് ലോകത്തിന്റെ സൃഷ്ടാവ് ഓർമ്മപ്പെടുത്തുന്ന ഒരു വാക്ക്, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ലോകത്ത് മറ്റൊരു സൃഷ്ടിക്കും അല്ലാഹു കൊടുക്കാത്ത ഏറ്റവും മനോഹരമായ ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ അല്ലാഹു നൽകുന്നത്. അതുകൊണ്ട് 5000 വർഷങ്ങൾക്ക് മുൻപ് കാക്ക കൂട് കെട്ടിയത് ചുള്ളിക്കമ്പുകളെ കൊണ്ട് മരത്തിന്റെ മേലെ തന്നെയാ. ഇന്നും ഒരു കാക്ക കൂട് കെട്ടുന്നത് ചുള്ളിക്കമ്പുകളെ കൊണ്ട് മരത്തിന്റെ മേലെ തന്നെയാ. പക്ഷെ 5000 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന മനുഷ്യനിൽ നിന്ന് പിന്നീട് ഗുഹാവാസിയായി
പിന്നീട് ഓലപ്പുരയിലെത്തി, പിന്നീട് ഓടിട്ട വീട്ടിലെത്തി, പിന്നീട് ടെറസിട്ട വീട്ടിലെത്തി. ഇപ്പോൾ അമ്പരചുംബികളായ കെട്ടിടത്തിന്റെ ഉള്ളിൽ നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ വലഖദ് കറംനാ ബനി ആദം, ആദമിന്റെ മക്കളെ അള്ളാഹു ആദരിച്ചതുകൊണ്ടാ. ലോകത്തൊരു സൃഷ്ടികൾക്കും അല്ല കൊടുക്കാത്ത ബഹുമാനം ആദമിന്റെ മക്കൾക്ക് റബ്ബ് കൊടുത്തതുകൊണ്ടാ. അതുകൊണ്ടാ റബ്ബ് പറയുന്നതും ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, എത്ര മനോഹരമായിട്ടാണ് മനുഷ്യരെ നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത്. സ്നേഹമറിയുന്ന, കാരുണ്യമറിയുന്ന, ബന്ധങ്ങളുടെ മഹത്വം അറിയുന്ന, മനുഷ്യന്റെ മനുഷ്യത്വത്തെ കുറിച്ച് കൃത്യമായി ബോധം കൊടുക്കുന്ന ഒരു കരളുമായി നിങ്ങളെ ഞാൻ പടച്ചിട്ടും മനുഷ്യനത നിന്യരിൽ നിന്യനായി, നികൃഷ്ടരിൽ നികൃഷ്ടനായി മാറിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടവൻ നിന്യരിൽ നിന്യനാകുന്നു, നികൃഷ്ടനാകുന്നു? അള്ളാഹു കൃത്യമായ ഉത്തരം കൊടുത്തു. അവന്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ട വഴി അവൻ അവഗണിച്ചതിന്റെ പേരിൽ. അത് മാത്രമേയുള്ളൂ. എന്തുകൊണ്ടാ മനുഷ്യൻ ഇത്രമാത്രം അന്ധകാരത്തിലെത്തിയത്? മനുഷ്യന്റെ ജീവിതത്തിൽ സ്വാഭാവികമായും ദുനിയാവിനോടുള്ള വല്ലാത്ത ആർത്തി അല്ലേ? വിവാഹ സംബന്ധമായ അനാചാരങ്ങളും ഇല്ലാത്ത ആചാരങ്ങളും നടപ്പിൽ വരുത്തുമ്പോ അത് ഇസ്ലാമിന്റെ സുന്നത്തിനോട് ചേർക്കപ്പെട്ടതാണോ എന്ന് ഏതെങ്കിലും രക്ഷിതാക്കൾ ചിന്തിക്കാറുണ്ടോ? ഒരു കാലഘട്ടത്തിൽ സ്ത്രീധനം എന്ന മഹാവിപത്ത് കേരളക്കരയിൽ നിന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ബിസ്മി കല്യാണങ്ങളിലൂടെ കെട്ടുകെട്ടിച്ചപ്പോ ഇന്ന് കേരളക്കര അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു വിവാഹ ജീർണത, വിവാഹം കണ്ടുപോരുമ്പോഴേക്കും ഗോപുരങ്ങളായ മിഠായിപ്പെട്ടികളുമായി കുടുംബത്തിലെ താത്തമാരും കാക്കമാരും വീട്ടുകയറി ഇറങ്ങാൻ തുടങ്ങി. 50,000 മുതൽ 1,00,000 മുട്ടായികൾ വരെ. അവിടെയും തീരാത്ത ബ്രൈറ്റ് ടു ബി. വിവാഹത്തിന്റെ മുൻപേ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി ബീച്ചിൽ നിന്നും ആണും പെണ്ണും കോപ്രായങ്ങൾ, സേവ് ദി ഡേറ്റ്, മഞ്ഞക്കല്യാണം, പച്ചക്കല്യാണം, മൈലാഞ്ചി കല്യാണം, വെറ്റില കല്യാണം, ഗാനമേള ട്രൂപ്പ്. ഇതൊക്കെ എന്തിന്റെ പേരിലാ? ഒരൊറ്റ ലക്ഷ്യമേയുള്ളൂ, സ്റ്റാറ്റസ് വരണം. ഇതല്ലാത്ത എന്തെങ്കിലും ഒരു നേട്ടം അതുകൊണ്ട് ഈ മുസ്ലിം ഉമ്മത്തിന് ഉണ്ടായിട്ടുണ്ടോ? കുടുംബങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ആസ്വദിക്കുന്ന ഒരു ലോകത്തേക്ക് നമ്മൾ താനെ മാറാൻ തുടങ്ങി. അതുകൊണ്ടാ വീട്ടിലെ ഭക്ഷണം മക്കൾക്ക് മതിയാവുന്നില്ല. പണ്ടുകാലത്ത് വല്യപ്പമാരും വല്യമ്മമാരും വയലുകളിൽ പണിയെടുത്ത് കിട്ടുന്ന തവിടിൽ പഞ്ചസാര ഇട്ടുന്ന കാലഘട്ടത്തിന്റെ പോരിശ മനസ്സിലോർക്കുമ്പോ ആ ഭക്ഷണങ്ങളിൽ നിന്ന് ഇന്ന് അള്ളാഹ് അനുഗ്രഹിച്ച 100 കണക്കിന് ഭക്ഷണങ്ങൾ ഉണ്ടെങ്കിലും പോരാ നമ്മളെ ഉമ്മത്തിന്. രാത്രി പകലാക്കുന്ന തെരുവോരങ്ങളിൽ കയറി ചെന്ന് ബേക്കറി വെള്ളത്തിൽ മുക്കിയെടുക്കപ്പെട്ട മാങ്ങയും അതല്ലെങ്കിൽ കൈതച്ചക്കയും തിന്ന് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഹക്കും ബാത്തിലും നോക്കാത്ത ആമാശയ രോഗികളായി ക്യാൻസർ പടർന്നു പിടിക്കുമ്പോ ഉറപ്പ ഒരു പേര് നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. അള്ളാഹ് നിശ്ചയിച്ച വഴിയിൽ നിന്നും നമ്മൾ എപ്പോഴോ മാറി നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ദുനിയാവിനോട് വല്ലാത്ത ആർത്തി വന്നു പോകുന്നുണ്ട്. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതുപോലെ പെരുമയാ മനുഷ്യന്. ആരെ കൊന്നിട്ടാണെങ്കിലും പണമുണ്ടാക്കണം. മൈ ബോഡി മൈ ചോയ്സ്, എന്റെ പണം എന്റെ ആസ്വാദനം. ആ ഒരു ചിന്തയിലേക്ക് മനുഷ്യനെത്തുമ്പോ സ്വാഭാവികമായും അവൻ വിട്ടുകളയുന്ന ഒരു വഴിയുണ്ട്. അത് റബ്ബിന്റെ വഴിയാ. നമ്മളൊക്കെ പറയാറില്ലേ, ഒരു നല്ല വാഷിംഗ് മെഷീൻ വാങ്ങണമെന്ന് വിചാരിച്ച് ഈ കൊയിലാണ്ടിയിലെ ഏറ്റവും നല്ല ഇലക്ട്രോണിക് സ്ഥാപനത്തിൽ ചെന്ന് അത് സെലക്ട് ചെയ്യുമ്പം കൂടെയുള്ള ഭാര്യയും നമ്മളും ചോദിക്കും, ഇതെങ്ങനെയാ വർക്ക് ചെയ്യേണ്ടത്? കൃത്യമായിട്ട് അവർ പറഞ്ഞു തരും. ഇതിൽ ഇത്ര വെള്ളമേ പറ്റൂ, അത് കോട്ടൺ ആണെങ്കിൽ. ഇത്ര വെള്ളമേ പറ്റൂ, അത് പോളിസ്റ്റർ ആണെങ്കിൽ. ഇത്ര ലിക്വിഡേ പറ്റൂ, ഇത്ര മണിക്കൂറേ തിരിയാവൂ, ഇത്രയേ തിരിക്കാവൂ. നമ്മളത് പാലിക്കും. കാരണം 35,000 മേലെ കൊടുത്ത വാഷിംഗ് മെഷീൻ നമുക്ക് നഷ്ടപ്പെടുന്നത് ചിന്തിക്കാൻ വയ്യ. ശരി, എങ്കിൽ മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബ് ഒരു പിതാവിന്റെ ജനിക്കപ്പെടുന്ന ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന്, കോടാനുകോടി ബീജത്തിൽ നിന്ന്, മാതാവിന്റെ ഗർഭാശയത്തിന്റെ ഭിത്തിയിലുള്ള അണ്ടത്തോട് കൂട്ടിയോജിപ്പിച്ച് ലോകത്തൊരു മനുഷ്യനും പുനർസൃഷ്ടിക്കാൻ പറ്റാത്ത ഈ മനുഷ്യ ജീവിതത്തെയും ആത്മാവിനെയും സംവിധാനിച്ച റബ്ബ് പറയുന്ന ഒരു വാക്കുണ്ട്, മിൻ അയ്യു ശൈഇൻ ഖലഖഹു മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ സുമ്മ സബീല യസ്സറ സുമ്മ അമാതഹു ഫഅക്ബറ സുമ്മ ഇദാ ശാഅ അൻശറ. മനുഷ്യരെ, നിങ്ങളെ ഞാൻ പടച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വഴിയും കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതം എങ്ങനെ ഉപയോഗിക്കണമെന്ന്, ഏത് രീതിയിൽ അത് ചിട്ടപ്പെടുത്തണമെന്ന്. അതുകൊണ്ട് ആ റബ്ബ് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതും ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. തീർച്ചയായും എന്റെ അരികിൽ നിന്നും നിശ്ചയിക്കപ്പെട്ട വഴി നിങ്ങൾ സ്വീകരിച്ചാൽ,
നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കേണ്ടി വരികയില്ല. നിങ്ങൾക്കൊരിക്കലും ഭയപ്പാടോടുകൂടി ജീവിക്കേണ്ടി വരികയും ചെയ്യുന്നില്ല. അതിനെന്ത് ചെയ്യണം? റബ്ബ് തന്ന മാർഗത്തെ ജീവിതത്തോട് ചേർത്ത് നിർത്താൻ നമുക്ക് സാധിക്കണം. ആ മാർഗത്തെ ചേർത്ത് നിർത്തുന്നതോടൊപ്പം തന്റെ കുടുംബത്തെ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി പണിയെടുക്കണം. ഇന്ന് നമുക്കൊക്കെ സംഭവിക്കുന്ന ഒരു വലിയ അബദ്ധവാദ, ദുനിയാവിന് വല്ലാത്ത പ്രാധാന്യം കൊടുക്കുന്ന ഒരു മനസ്സ്. ഈ ലോകത്ത് നമ്മൾ എത്രയേറെ സമ്പാദിച്ചാലും, എന്തൊക്കെ വെട്ടിപ്പിടിച്ചാലും, എത്രയൊക്കെ അധികാരങ്ങൾ നമുക്കുണ്ടെങ്കിലും, നാളെ റബ്ബിന്റെ മുൻപിലേക്കുള്ള യാത്ര ഈ ലോകത്തുള്ള ഒരു പണമോ അധികാരമോ നമ്മളെ ആഗ്രഹങ്ങളോ അള്ളാഹുവിനെ കൊണ്ട് തിരുത്തിക്കുന്നില്ല. അങ്ങനെ തിരുത്തിക്കുമായിരുന്നെങ്കിൽ ഇക്കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടൊരു മരണവാർത്ത നമ്മൾ കേൾക്കേണ്ടി വരില്ലായിരുന്നു. 5 വർഷങ്ങൾക്കപ്പുറം പ്രവാസിയായി വാപ്പാന്റെ പേരിലുള്ള കടബാധ്യതകൾ 30% വീട്ടി നാട്ടിലൊരു തറയിട്ട ചെറുപ്പക്കാരൻ കരിപ്പൂരിലേക്ക് വിമാനം കയറുമ്പോ ആ മകനെ കൂട്ടാൻ ചെല്ലുന്നത് വൃദ്ധരായ മാതാപിതാക്കളും 5 വർഷത്തെ വിരഹം പേറിയ ഒരു പെണ്ണും 2 പൈതലു മക്കളുമാ. കരിപ്പൂര് വിമാനത്താവളത്തിലേക്ക് വിമാനമിറങ്ങിയപ്പോ തൊട്ടടുത്ത് നിൽക്കുന്ന ചെറുപ്പക്കാരനോട് നമ്മൾ കരിപ്പൂരെത്തില്ലേ എന്ന ആഹ്ലാദത്തോടെ ചോദിച്ച ആ ചെറുപ്പക്കാരൻ സീറ്റിലേക്ക് ചാരിക്കടന്നു. മണിക്കൂറുകൾക്കുള്ളിൽ ആ വിമാനത്തിലെ 148 യാത്രക്കാരും പുറത്തേക്കിറങ്ങി. ഈ ചെറുപ്പക്കാരന്റെ സീറ്റിൽ അവൻ ചാരിക്കടക്കുന്നു. പിന്നീട് പുറമെയുള്ള കുടുംബം അറിയുന്നത് അവർക്ക് മുൻപിലൂടെ ഒരു ആംബുലൻസ് ചീറിപ്പായുന്നതാണ്. നിമിഷങ്ങൾക്കുള്ളിൽ ഉദ്യോഗസ്ഥന്മാര് കുടുംബത്തെയും കൂട്ടി കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രിയിലെത്തി. താലൂക്ക് ആശുപത്രിയുടെ ഐസിയുവിന്റെ മുൻപിൽ ഒരു സ്ട്രക്ചറിൽ ഒരായുസ് കൊണ്ട് കുടുംബത്തിന്റെ ഭാരം തലയിലേറ്റാൻ വേണ്ടി വെപ്രാളപ്പെട്ട് പുറപ്പെട്ട മകന്റെ മയ്യത്ത് കണ്ട് ആ വാപ്പ കരഞ്ഞ കരച്ചിൽ ഇന്നും ആ നാട്ടുകാരും ബന്ധുക്കളും പറയുന്നുണ്ട്. ആ മയ്യത്ത് കെട്ടിപ്പിടിച്ച് വാപ്പ ചോദിച്ച ഒരു ചോദ്യം എങ്ങനെയായിരുന്നു? പടച്ചോനെ, എന്തിനാ എന്റെ മോനെ കൊണ്ടുപോയത്? എനക്ക് ഇന്നെ കൊണ്ടുപോയാ പോരായിരുന്നോ? ഞാനല്ലേ പടച്ചോനെ വയസ്സൻ, ഇന്നെ കൊണ്ടല്ലേ റബ്ബെ ഒരു ഗുണമില്ലാത്ത? എന്തിനാ പടച്ചോനെ എങ്ങിന്റെ പേരക്കുട്ടികളെ എത്തിമാക്കിയത്? എന്തിനാ സാധു കുട്ടീനെങ്ങി വിധവയാക്കിയത്? എന്തിനാ പടച്ചോനെ ഞങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊരു വാപ്പ ചോദിക്കുന്നുണ്ടെങ്കിൽ, എന്ത് സ്വപ്നം മനസ്സിലുണ്ടെങ്കിലും ഏതോ ഒരു നിമിഷം അള്ളാഹു നമ്മളെ അങ്ങ് കൊണ്ടുപോകും. അതിനർത്ഥം ഈ ദുനിയാവ് നശ്വരമാണ്. ദുനിയാവിന് അന്ന് ഒരു വിലയും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ആ മദീന പള്ളിയിൽ നിന്ന് ഒരു സുബഹി നിസ്കരിച്ച് പുറത്തേക്കിറങ്ങുമ്പോ പള്ളിയുടെ മുൻപിലുള്ള ഒരു ഈത്തപ്പനയുടെ ചുവട്ടിൽ ഒരു ആട്ടിൻകുട്ടി ചത്തു കിടക്കുന്നത് അള്ളാന്റെ ഹബീബ് കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആട്ടിൻകുട്ടിന്റെ അരികിൽ ചെന്ന് പിന്നീട് സഹാബത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, സഹാബത്തെ, നിങ്ങൾക്കിത് 2 ദീനാറിന് ഞാൻ വിൽക്കാം. സഹാബത്ത് പുച്ഛത്തോടെ പറഞ്ഞു, റസൂലെ, ആർക്കും വേണ്ട. റസൂലുള്ള വീണ്ടും തിരിച്ചു പറഞ്ഞു, എങ്കിൽ ശരി, വെറുതെ കൊണ്ടുപോയിക്കോളൂ. സഹാബാക്കൾ പരിഹാസത്തോടെ പറഞ്ഞു, നബിയെ, ഈ ചത്ത ആട്ടിൻകുട്ടീനെയാണോ നിങ്ങൾ വെറുതെ തരാന്ന് പറയുന്നത്? അങ്ങനെ തന്നാലും ഞങ്ങൾക്ക് വേണ്ട നബിയെ, കാരണം അത് ചത്തതും പുഴുവളയ്ക്കുന്നതുമാ. മാത്രമല്ല നബി, അതിന്റെ ചെവി നിങ്ങൾ കണ്ടോ? ചെന്നായയുടെ ചെവിയ. അറബികൾക്കൊരു വിശ്വാസമുണ്ട്, ആടുകളെ മേയ്ക്കാൻ വിട്ടാൽ ഏതോ ചെന്നായ ഇണചേരും. ആ ചെന്നായയിൽ ഉണ്ടാകുന്ന ആട്ടിൻകുട്ടീന്റെ ചെവി ഇങ്ങനെ നായന്റെ മാതിരി കൂർത്തു നിൽക്കും. അത് കാണുമ്പോഴേക്കും ചില ആളുകൾ അതിനെ തച്ചുകൊന്നു കളയും. അങ്ങനെ ആരോ കൊന്നിട്ടൊരു ആട്ടിൻകുട്ടിയെയാണോ നബിയെ നിങ്ങൾ ഞങ്ങൾക്ക് തരുന്നത്? സഹാബാക്കള് പരിഹാസത്തോടെ നിൽക്കുമ്പോ ആ ചത്ത ആട്ടിൻകുട്ടിയുടെ നേരെ ചുണ്ടി അള്ളാന്റെ ഹബീബ് പറഞ്ഞൊരു വാക്കുണ്ട്, സഹാബത്തെ, ഈ ചത്തു പുഴുവളയ്ക്കുന്ന ആട്ടിൻകുട്ടിയുടെ വില പോലും അള്ള ദുനിയാവിന് കൊടുത്തിട്ടില്ല. അള്ള ദുനിയാവിന് കൊടുത്തിട്ടില്ല. ദുനിയാവ് എന്ന് പറഞ്ഞാൽ കൊയിലാണ്ടിയല്ല, കോഴിക്കോട് ജില്ലയല്ല, കേരളമല്ല, ഇന്ത്യയല്ല. സൂര്യൻ ഉദിച്ചസ്തമിക്കുന്ന ഈ അണ്ടകടാഹത്തിന് ഈ ചത്തു പുഴുവളയ്ക്കുന്ന ആട്ടിൻകുട്ടിയുടെ വില പോലും പടച്ചോൻ കൊടുത്തിട്ടില്ല. അള്ള കൊടുത്തിരുന്നുവെങ്കിൽ, അള്ളാഹ്ക്ക് ദുനിയാവ് വലിയ വിലയുള്ളതായിരുന്നെങ്കിൽ, അള്ളാഹുവിന്റെ നിഷേധികൾക്ക് ഒരു തുള്ളി വെള്ളം പോലും പടച്ചോൻ കൊടുക്കൂലായിരുന്നു. അള്ളാഹിനെ വെല്ലുവിളിച്ചവനും അള്ള വെള്ളം കൊടുക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്നവർക്കും പടച്ചോൻ ദുനിയാവ് കൊടുക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹ് അത്ര വിലയെ ദുനിയാവിനിട്ടിട്ടുള്ളൂ.